ആസിഫ് അലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ജിത്തു ജോസഫ് ചിത്രം മിറാഷ് രണ്ടാം വാരത്തിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രം മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് നേടുന്നത്. മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ധകാണ്ഡം എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം ആസിഫ് അലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ജിത്തു ജോസഫ് ചിത്രമാണ് മിറാഷ്. ദൃശ്യം 3ക്ക് മുൻപേ പ്രേക്ഷകരുടെ മനസ്സിൽ ഉദ്വേഗം നിറയ്ക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് ഒരുക്കുന്നതെന്ന് നേരത്തെ പുറത്തുവിട്ട ടീസറുകളിൽ നിന്നും വ്യക്തമായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ. നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ജിത്തു ജോസഫിൽ നിന്ന് പ്രതീക്ഷിച്ചത് ലഭിച്ചുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അഭിപ്രായം. സെപ്റ്റംബർ 19 ചിത്രം വേൾഡ് വൈഡായി റിലീസ് ചെയ്തത്. അങ്ങനെ മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രം രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹക്കീം ഷാജഹാൻ, ദീപക് പറമ്പോൾ, ഹന്ന റജി കോശി, സമ്പത്ത് രാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. E4 എക്സ്പെരിമെന്റ്സ്, നാദ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ 717 പ്രൊഡക്ഷൻസ്, ബെഡ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകളുടെ അസോസിയേഷനോടെ മുകേഷ് ആർ മെഹ്ത, ജതിനം സേത്തി, CV സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആസിഫ് അലിയുടെ 2025 ആദ്യ റിലീസായ രേഖാചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. ഏറെ ചർച്ചയായി മാറിയ കൂമൻ എന്ന ചിത്രത്തിനു ശേഷം ആസിഫും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് മിറാഷ്. സതീഷ് കുറുപ്പാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അപർണ തറക്കാടിന്റെ കഥയ്ക്ക് ശ്രീനിവാസ ബ്രോൾ, ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. വിഷ്ണു ശ്യാം സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ VS വിനായകാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.